أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ഈ ഖിലാഫത്ത് എന്ന ബഹുമാനം നൽകുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? അല്ലാഹു തആല അതിന് വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ഒരാളെ ഖലീഫയാക്കാൻ അഥവാ അള്ളാഹുവിൻ്റെ ഖൽക്കിൽ അഥവാ നിർമ്മാണത്തിൽ, ഇതെല്ലാം മലയാളത്തിൽ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അള്ളാഹു ഒരു കാര്യത്തെ നിർമ്മിക്കുന്ന കാര്യത്തിൽ, പടക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ്റെ ഇടപെടലുകളെ പരിഗണിക്കുന്നു. അതാണ് ഖിലാഫത്ത് എന്ന് നാം പറഞ്ഞു. പൂർവികന്മാരൊക്കെ നൽകിയ അർത്ഥം അത് തന്നെയാണ്. മുഫസ്സിറുകളെല്ലാം അതിന് തഫ്സീർ നൽകിയത് അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ കാര്യങ്ങളെ പുനർനിർമ്മാണം നടത്തുമ്പോൾ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു, അല്ലാഹു ഒരു കാര്യം ഉണ്ടാക്കുന്നു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യുൽപാദനം നടത്തുന്നു. ഈ പ്രത്യുൽപാദനത്തിലാണ് അല്ലാഹു മനുഷ്യൻ്റെ ഇടപെടലുകളെ പരിഗണിക്കുന്നത്, നിർമ്മാണത്തിലല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർമ്മിക്കുന്ന കാര്യത്തിൽ അല്ലാഹു ആരെയും ഇടപെടിപ്പിച്ചിട്ടില്ല. ഹവ്വാനെ നിർമ്മിക്കുന്ന കാര്യത്തിലും അല്ലാഹു ആരെയും ഇടപെടിപ്പിച്ചിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിലും അല്ലാഹു ആരെയും ഇടപെടിപ്പിച്ചിട്ടില്ല. ആകാശഭൂമികളെ വമാ ബൈനഹും, അതിൻ്റെ ഇടയിലുള്ളതിനെ, ഇതൊന്നും നിർമ്മിക്കുന്ന കാര്യത്തിൽ അല്ലാഹു ആരെയും ഇടപെടിപ്പിച്ചിട്ടില്ല. നാം അത് ചർച്ച വിശാലമാക്കാൻ, സമയം കുറേ അധികം അതിന് ചിലവാന്ന് കണക്കാക്കിയിട്ട് നാം ചുരുക്കിയത്. എന്നാലും മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. മനുഷ്യനെ ഏതൊരു കാര്യത്തിൽ ഇടപെടിപ്പിക്കാൻ പറ്റുമോ അക്കാര്യത്തിൽ അള്ളാഹു ഇടപെടിപ്പിച്ചു. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഇടപെടൽ അള്ളാഹ്ക്ക് ആവശ്യമായത് കൊണ്ടല്ല, മറിച്ച് മനുഷ്യനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. കടലിലുള്ള വലിയ 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 മത്സ്യങ്ങൾ ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ഒരു മത്സ്യത്തിന് ടണ്ണ് കണക്കിന് തിന്നണം. അങ്ങനത്തെ കോടിക്കണക്കിന് മത്സ്യങ്ങൾക്ക് കോടിക്കണക്കിന് ടണ്ണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കണം. പിറ്റേത്തെ ദിവസം ഇതെന്നും തുടങ്ങിയതാ. ഉൽപ്പാദനത്തിന് ഒരു കുറവുമില്ല. അള്ളാഹു മത്സ്യത്തിൽ ആരെയും പ്രത്യുൽപാദനത്തിൽ പരിഗണിച്ചിട്ടുമില്ല. ആവശ്യമുള്ള ഭക്ഷണം നേരം വെളുക്കുമ്പോൾ റെഡിയാ കടലിൽ, ഇല്ലേ? ആലോചിച്ച് നോക്കി. മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണത്? മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കരുത് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മനുഷ്യർക്ക് ഭാരമാണെന്ന് കരുതരുത്. കച്ചവടം ഒരു ഭാരമല്ല. ജോലി, തൊഴിൽ അള്ളാഹുവിൻ്റെ ഇക്റാമാണത്. അള്ളാഹു നമ്മളെ പരിഗണിച്ചതാണ്. ഒരു ജോലി ഏൽപ്പിക്കുകയാണ് അള്ളാഹു താല. അള്ളാഹു താലക്ക് നിർബന്ധമുള്ള കാര്യമാണോ ജോലി ചെയ്താലേ അവനിക്ക് ഭക്ഷണം കൊടുക്കുന്നു? അങ്ങനെയാണെങ്കിൽ എത്ര അരിക്കച്ചവടക്കാർ ഗോതമ്പത്തിൻ്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്നു. ടണ്ണ് കണക്കിന് അരി രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറ്റി അയക്കല്ലേ തലശ്ശേരി ടൗണിൽ നിന്ന്. പക്ഷേ അയാൾ പുരക്കുപോയ തിന്നുന്ന ഗോതമ്പത്തിൻ്റെ ഉണ്ടയാണ്. എന്നുവെച്ചാൽ ഷുഗർ രോഗം 10-25 കൊല്ലമായിട്ട് ഗോതമ്പത്തിൻ്റെ വെള്ളം കുടിച്ച് ജീവിക്കുക അരിക്കച്ചവടക്കാർ. ഞാൻ അരിക്കച്ചവടക്കാരാണ്, എൻ്റെ റബ്ബ് റിസ്ക് എന്താന്ന് പറഞ്ഞിട്ട് അരി തിന്നാത്ത. പിന്നെ അങ്ങനെയൊന്നുമില്ല. കച്ചവടം റിസ്ക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല. ജോലിയും റിസ്ക്കും തമ്മിൽ ബന്ധമില്ല. റിസ്ക് ഒരു സെപ്പറേറ്റ് ഏർപ്പാടാണ്. ജോലി അള്ളാഹു ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരൻ കോടിക്കണക്കിന് സമ്പാദിച്ചു. ഇനി എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഞാൻ സമ്പാദിച്ചു, ഇനി ഞാൻ പരിഹരിക്കാമെന്ന് വല്ലാഹി അവൻ ചിന്തിച്ചുകൂടാ. അപ്പം അങ്ങനെ പരിഹരിക്കാൻ അവകാശമില്ല. കച്ചവടം ചെയ്തേ പറ്റൂ. കാരണം കച്ചവടം അമാനത്താണ്. അത് മരിക്കുന്നവരെ ചെയ്തേ പറ്റൂ. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജീവിക്കാൻ മാത്രമേ ഇനി ഞാൻ ആയിരിക്കാൻ സമ്പാദിക്കുന്നു പറഞ്ഞിട്ട് നീ പുരക്കിരുന്നാൽ ഒരാണി തറച്ചാൽ മതി നിൻ്റെ സമ്പാദ്യം കംപ്ലീറ്റ് തീരാൻ. പിന്നെ കഞ്ഞി കുടിക്കണമെങ്കിൽ നീ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ഒരിക്കലും പറയരുത്. എൻ്റെ ഭാര്യ മക്കൾക്ക് സമ്പാദിക്കാൻ, ഞാൻ ജീവിക്കാൻ മാത്രമുള്ളത് ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ വിശ്രമിക്കുകയാണില്ല. വിശ്രമമില്ല. കച്ചവടക്കാരന് വിശ്രമമില്ല, മരിക്കുന്നവരെ കച്ചവടം. ജോലിക്കാരന് വിശ്രമമില്ല, മരിക്കുന്നവരെ ജോലി. അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ് ജോലി. അത് റിസ്ക്കുമായിട്ട് ബന്ധമില്ല. റിസ്ക് ഒരു സെപ്പറേറ്റ് ഏർപ്പാടാണ്. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്.
അത് മറ്റൊരു വശമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് വേറൊരു വശമാണ്. അള്ളാഹു നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് ഇതൊക്കെ വരേണ്ടത്. അള്ളാഹിനെ പറ്റി ചർച്ച ചെയ്യാൻ നമുക്ക് നേരെയില്ലല്ലോ. അള്ളാഹു അല്ലാത്തവരെ പറ്റിയാണല്ലോ ഇപ്പോൾ ചർച്ച. ഇങ്ങനെ മുവഹിദുകൾ 10ാം ക്ലാസ്സിൽ നിന്ന് 15ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്നതിന് പകരം ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്കല്ലേ ജയിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് ജയിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ 100 കൊല്ലം തൗഹീദ് പറഞ്ഞ് 10ാം ക്ലാസ്സിലെത്തി. +1 എത്തേണ്ട സമയത്ത് ഒറ്റയടിക്ക് 1ാം ക്ലാസ്സിലേക്ക് ജയിച്ച്. ഇനിയിപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് LKGയിലേക്കും UKയിലേക്കും ജയിക്കേണ്ടി വന്നാൽ നമ്മളെ കഥ തീർന്ന്. അപ്പോഴേക്കും അല്ലാഹു തആല അവൻ ഒരു നടപടി ഉണ്ടെന്നാണ്, യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വഇൻ യശഅ യുദ്ഹിബുക്കും വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നിങ്ങൾ നേരെ ചൊവ്വേ ഏൽപ്പിച്ച ജോലി നിർവഹിക്കാതെ നിങ്ങൾ കാട് കയറുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ മാറ്റും, നിങ്ങൾക്ക് പകരം ഞാൻ വേറെ ആളെ കൊണ്ടുവരും. മുവഹിദുകൾ ജാഗ്രത വലിച്ചുകൊള്ളുക. തൗഹീദിൻ്റെ പ്രബോധകന്മാർ, ഉലമാക്കളായാലും ശരി ഉമറാക്കളായാലും ശരി, അവർ ജാഗ്രത വലിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് തൗഹീദിൻ്റെ വാഹകരോട്, നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ ഈ യശയുദ്ഹിബുക്കും, നിങ്ങളെ മാറ്റും, നിങ്ങളെ പൊക്കും ഇവിടെ നിന്ന്. വയഅതി ബിഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടികളെ ഞാൻ കൊണ്ടുവരും. തീർച്ചയായും ജൂതന്മാരിൽ നിന്നും നസാറാക്കളിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും നല്ല ബുദ്ധിയുള്ള സാമർഥ്യമുള്ള ആൾക്കാരെ തൗഹീദിൻ്റെ പ്രബോധകന്മാരായി കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. ചിലപ്പോഴൊക്കെ അള്ളാഹു സാമ്പിൾ കാണിച്ചു തരാറുണ്ട് നമ്മുടെ നാട്ടിലടക്കം. ഇതായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പാരമ്പര്യത്തിൽ ജനിച്ച് തൗഹീദിൻ്റെ വാഹകരായി ജീവിക്കാൻ തൗഫീക്ക് കിട്ടിയവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്, ചാൻസ് മുസ്ലിമീങ്ങൾ. അവരിൽ നിന്ന് അള്ളാഹു ഔദാര്യം കൊണ്ട് തിരഞ്ഞെടുത്തതാണ് തൗഹീദിൻ്റെ പ്രബോധകന്മാരായും തൗഹീദിൻ്റെ പ്രചാരകന്മാരായും. അങ്ങനെ ഒരു നിർണിത ഘട്ടത്തിലെത്തിയപ്പോൾ ചിന്ത കാട് കയറി, ഇടയ്ക്കെന്തൊക്കെയോ കടന്നു വന്നു. അതെ, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മസീഹുദ്ദജ്ജാലിൻ്റെ വരവിന് അനിവാര്യമാണ് തൗഹീദിൽ വെള്ളം ചേർക്കുക എന്നത്. മുവഹിദുകൾ ജീവിക്കുക എന്നതാണ് ദജ്ജാലിൻ്റെ വരവിന് തടസ്സം. മസീഹുദ്ദജ്ജാലിൻ്റെ വരവിന് തടസ്സം ഇവിടെ മാ ഖാലല്ലയും വമാ ഖാൽ റസൂലയും അനുസരിച്ച് ജീവിക്കുന്നവർ ഉണ്ട് എന്നതാണ്. തീർച്ചയായും മസീഹുദ്ദജ്ജാലിൻ്റെ വരവിന് കളമൊരുക്കുക എന്നത് മാത്രമാണ് ജൂതന്മാരുടെ ലക്ഷ്യം. വേറെ ഒരു ലക്ഷ്യം ജൂതന്മാർക്കില്ല. നമ്മളെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവാം. രാജ്യം ഭരിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ലക്ഷ്യമല്ല, സമ്പാദിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ലക്ഷ്യമല്ല. കാരണം രാജ്യത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരികൾ അവരാണ്, രാജ്യത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശൃംഖലയും വ്യവസായ ശൃംഖലയും ഉള്ളവർ അവരെ കയ്യിലാണ്, കൺട്രോളിലാണ്. അതേപോലെ തന്നെ സാങ്കേതിക രംഗത്ത് ഏറ്റവും വലിയ മിടുക്കന്മാർ ജൂതന്മാരാണ്. വേറൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളെ പോലെയോ മറ്റുള്ളവരെ പോലെയോ മതത്തിൽ ആളെ കൂട്ടുക എന്നുള്ള പരിപാടിയും ജൂതന്മാർക്കില്ല. കാരണം മറ്റു മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ജൂതന്മാർ സ്വീകരിക്കില്ല. ജൂതന്മാരായി ജനിച്ചവരെ മാത്രമേ അവർ ജൂതന്മാരായി പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റു മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ജൂതമതത്തിലേക്ക് പോകുക എന്നുള്ള പരിപാടി അവർക്കില്ല. എങ്കിൽ പിന്നെ അവരുടെ ലക്ഷ്യം എന്താണ്? മതപരിവർത്തനമാണെങ്കിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ജൂതന്മാരാക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതില്ല, ഒരു പരിപാടി അവർക്കില്ല. മതപ്രബോധനം എന്നൊരു പരിപാടി ജൂതന്മാർക്കില്ല. സാമ്പത്തികം, അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അവരുടെ കയ്യിലാണ് ലോകാടിസ്ഥാനത്തിൽ. ഇനി രാഷ്ട്രീയ സൈനിക ശേഷി അവരുടെ കൺട്രോളിലാണ്. നമുക്ക് നന്നായിട്ട് അറിയുന്ന വിഷയമാണ്. എങ്കിൽ പിന്നെ ജൂതന്മാർ ഇത്രയും കർശനമായി ഇസ്ലാമിക സമൂഹത്തിനെതിരിൽ വളരെ വളരെ ബുദ്ധിപരമായി വളരെ സമർത്ഥമായി പ്രോഗ്രാമുകൾ ആവിഷ്കരിക്കുന്നതിൻ്റെ പിറകിലെ കഥ എന്താണ്? ഒറ്റ ലക്ഷ്യമാണ്. മസീഹുദ്ദജ്ജാലിൻ്റെ വരവിന് തടസ്സം ഈമാൻ അഹ്ലുകാരാണ്. ആ തടസ്സം നീക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പ്രോഗ്രാമാണ്. അത് നടപ്പിലാക്കിയിരിക്കും.